ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് സദ്യ സ്പെഷ്യൽ അവിയലാണ്. നമ്മൾ സദ്യയിലൊക്കെ കഴിക്കുന്ന അവിയലുണ്ടല്ലോ, അതേ ടേസ്റ്റിലുള്ള അവിയൽ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അവിയൽ ഉണ്ടാക്കിയിട്ട് റെഡി ആവാത്തവരും ഉണ്ടാക്കിയിട്ട് സദ്യയുടെ അതേ ടേസ്റ്റ് കിട്ടാത്തവരൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണിത് തയ്യാറാക്കാൻ നോക്കിയല്ലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം പറഞ്ഞോട്ടെ. നമ്മൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പ്ലീസ് മടിക്കാതെ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് മടിക്കാതെ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞേരോ ക്ലിക്ക് ചെയ്തിട്ട് ടോപ്പിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി സെലക്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. എന്നാലാണ് ഞാൻ അടുത്തതായിട്ട് ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അപ്പോൾ തന്നെ കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും മറക്കാതെ ഇതൊന്ന് ചെയ്യണേ. അപ്പോൾ നമ്മളിന്നിവിടെ ഒരു അവിയൽ തയ്യാറാക്കാനായിട്ട് വെജിറ്റബിൾസൊക്കെ നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ട് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ദേ ഇവിടെ ഉരുളൻകിഴങ്ങ് എടുത്തിട്ടുണ്ട്, ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മൾ കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് ചേനയാണ്, ചേന എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മളെ ചിരക്ക ഉണ്ടല്ലോ അതും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ചെറിയൊരു കഷ്ണം. പിന്നെ നമ്മൾ കൊത്തമരപ്പയറില്ലേ അതും എടുത്തിട്ടുണ്ട്, സാദാ പയർ എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് കോവക്കായും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് ഞാൻ എടുത്തിട്ടുള്ള വെജിറ്റബിൾസ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എല്ലാം എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു വെജിറ്റബിൾസൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലിട്ടിട്ട് നമുക്ക് വേവിക്കാം കേട്ടോ. നമ്മൾ എല്ലാ വെജിറ്റബിൾസും ഒരുമിച്ച് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. എല്ലാം പെട്ടെന്ന് വേവുന്ന സംഭവങ്ങൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഒരുമിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനൊരു 1/2 ടീസ്പൂൺ അളവിൽ സാദാ മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് പിന്നെ ഞാൻ പച്ചമുളക് ഇപ്പോൾ ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ പച്ചമുളക് ചേർക്കണം എന്നുള്ളവർക്ക് വേണമെങ്കിൽ ഈ ഒരു ടൈമിൽ ഇതിൽ കട്ട് ചെയ്തിട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ചേർക്കുന്നില്ല. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് ഇതൊന്ന് വേവിക്കാൻ ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട. ഈ പച്ചക്കറി പെട്ടെന്ന് തന്നെ ഒരു ആവി കയറുമ്പോഴേക്കും വേവുന്ന പച്ചക്കറികളാണ്. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ആക്കിയിട്ട് ഇതൊന്ന് വേവിക്കാം. ഇതിലൊരുപാട് വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ പച്ചക്കറിയൊക്കെ പെട്ടെന്ന് ഉടഞ്ഞു പോകും. അപ്പോൾ അവിയലിൽ അറിയാലോ, പച്ചക്കറി ഒന്നും ഉടഞ്ഞു പോകാൻ പാടില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഇത് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മൂടി വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് വേവുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വേണ്ട തേങ്ങ ഒന്ന് ഒതുക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ അരമുറി തേങ്ങ നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അടുത്തതായിട്ട് ചേർക്കുന്നത് ഒരു 5 ചെറിയുള്ളിയാണ്. അതുപോലെ നമുക്ക് ഒരു 5ഓ 6ഓ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ നമ്മൾ 1 ടീസ്പൂണ് ചെറിയ ജീരകം, സാദാ ജീരകം എന്നൊക്കെ പറയില്ലേ, ഈ ഒരു സംഭവം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ചേർക്കണില്ല കേട്ടോ. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഒതുക്കി എടുത്തിട്ട് വരാം. അങ്ങനെ നമ്മളിതിവിടെ നന്നായിട്ടൊന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. അരച്ച് പേസ്റ്റ് ആക്കി എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതുപോലെ ആക്കിയെടുത്താൽ മതി. അങ്ങനെ നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഇവിടെ കറക്റ്റായിട്ട് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. നമ്മൾ ഒഴിച്ച വെള്ളം കറക്റ്റാണ്. വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാലാണ് നമ്മൾ ഈ വെജിറ്റബിൾസ് വെന്ത് ഉടഞ്ഞ് പോവാട്ടോ. അപ്പോൾ ഇങ്ങനെ ഉടയാതെ കിട്ടണം. അവിയലിൽ നമുക്കറിയാലോ വെജിറ്റബിൾസ് ഉടഞ്ഞ് പോകാൻ പാടില്ല. അപ്പോൾ നമുക്ക് ഈ ടൈമിൽ നമ്മൾ നേരത്തെ ഒതുക്കി വെച്ചിട്ടുള്ള നമ്മുടെ തേങ്ങയുടെ മിക്സ് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ ഈ ഒരു സദ്യയിലെ അവിയൽ പല നാട്ടിലും ചെറുതായിട്ട് വ്യത്യാസപ്പെടുന്നുണ്ട് കേട്ടോ നമ്മൾ ഈ ഒരു റെസിപ്പി. പക്ഷേ ഞങ്ങളിവിടെയൊക്കെ തയ്യാറാക്കുന്നത് ഈ ഒരു രീതിയിലാണ്. നമ്മൾ സദ്യയിലൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിലുള്ള അവിയലാണ് കേട്ടോ നമ്മളിവിടെ തയ്യാറാക്കുന്നത്. നമുക്ക് ഈ ഒരു അവിയലിൻ്റെ കഷ്ണങ്ങൾ ഉടഞ്ഞു പോവാണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയതിലാണ് അവിയൽ ശരിക്കും നല്ല പെർഫെക്റ്റ് ആയെന്ന് പറയാൻ പറ്റുള്ളൂ കേട്ടോ. കഷ്ണങ്ങൾ ഉടഞ്ഞു കഴിഞ്ഞാൽ ഇതാകെ ഒരു കുറുക്ക് പോലെയായി മാറും. അപ്പോൾ കഷ്ണങ്ങൾ പ്രത്യേകിച്ച് ഉടഞ്ഞില്ല എന്നുണ്ടെങ്കിൽ തന്നെ നമ്മളെ അവിയൽ പെർഫെക്റ്റ് ആയെന്ന് നമുക്ക് ഉറപ്പിക്കാം. അപ്പോൾ പിന്നെ ഈ ഒരു തേങ്ങയുടെ മിക്സും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കാം കേട്ടോ. അധികം പുളിയില്ലാത്ത തൈരാണ് ഞാൻ ചേർക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ ഈ തൈര് ഒഴിച്ചിട്ട് മിക്സ് ആക്കുമ്പോൾ വല്ലാണ്ട് കുത്തി ഉടച്ച് മിക്സ് ആക്കരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ വെജിറ്റബിൾസൊക്കെ പെട്ടെന്ന് ഉടഞ്ഞ് പോകും കേട്ടോ. അപ്പോൾ അത്യാവശ്യം വെന്തിട്ടുള്ള വെജിറ്റബിൾസാണ്. അപ്പോൾ നമ്മളത് നോക്കിയിട്ട് മെല്ലെ മെല്ലെ ഒന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. കുത്തി ഇളക്കാതെ പതുക്കെ ഒന്ന് നമുക്ക് മിക്സാക്കി എടുക്കാം. ഇനി നമ്മൾ ഫൈനലായിട്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കിയിട്ട് കുറച്ച് കറിവേപ്പില ഇട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ച് ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ച വെളിച്ചെണ്ണയും പച്ച കറിവേപ്പില ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ വെളിച്ചെണ്ണയുടെ ഒരു സ്മെല്ല്, ഒരു പ്രത്യേക സ്മെല്ലാവുമല്ലോ കറിവേപ്പില ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കുമ്പോൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ കറിവേപ്പിലൊക്കെ നല്ല പച്ച കളറിൽ നല്ല ഭംഗിയായിട്ട് കിടക്കുകയും ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളെ സൗകര്യം പോലെ ചെയ്യാം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കാണാനൊക്കെ നല്ലൊരു ലുക്കായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇത്ര ഉള്ളൂ കേട്ടോ. നമ്മുടെ സദ്യ സ്പെഷ്യൽ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചൂടോട് കൂടി തന്നെ നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അവിയലാണ്. അപ്പോൾ ഈ ഓണത്തിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ കുക്കിംഗ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഫ്രണ്ട്സിനും ഫാമിലിക്ക് നമ്മൾ വീഡിയോ ഷെയർ ആക്കി കൊടുക്കാനും മറക്കരുത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലെ നല്ല ടേസ്റ്റിയും വെറൈറ്റിയും ആയിട്ടുള്ള അടിപൊളി റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ ഇതുവരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക്